തിരുവനന്തപുരം മൃഗശാലയിലേക്ക് പോകാൻ പ്ലാനുള്ളവരുണ്ട് എങ്കിൽ പുതിയ അതിഥികൾ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ ഇതിനു മുമ്പ് പോയി കണ്ടിട്ടുള്ള ചിലർ അവിടുന്ന് പോയിട്ടുമുണ്ട്. കർണാടകയിലെ ഷിമോഗയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഷിമോഗ മൃഗശാലയിൽ നിന്നാണ് കുറുക്കനും മുതലയും കഴുതപ്പുലിയും അടക്കമുള്ള മൃഗങ്ങളെ കൊണ്ടുവന്നത്. ആനിമൽ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് മുള്ളൻ പന്നി, ചീങ്കണ്ണി, സൺ കോണിയൂർ തത്ത എന്നിവയെ ഷിമോഗയിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. ഷിമോഗയിലെ കൂട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നതിന്റെ എല്ലാ ഐശ്വര്യവും കുറുക്കന്റെയും കഴുതപ്പുലിയുടെയും മുഖത്തുണ്ട്. 3 ദിവസം മുമ്പ് കർണാടകയിൽ നിന്ന് മൃഗങ്ങളുമായി പുറപ്പെട്ട വാഹനം 10:30 തിരുവനന്തപുരം മൃഗശാലയിലെത്തി. പിന്നീട് ഓരോരുത്തരായി കൂട്ടിലേക്ക്. അടുത്തിടെ പണി കഴിപ്പിച്ച ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്കാണ് പുതിയ അതിഥികളെ മാറ്റിയത്. മരുന്നും ഭക്ഷണവും എല്ലാം നൽകി 21 ദിവസത്തിനു ശേഷം കാഴ്ചക്കാർക്ക് കാണാനായി തുറന്ന കൂട്ടിലേക്ക് വിടും. 3 കഴുതപ്പുലി, 2 മാഗർ മുതല, 2 കുറുക്കൻ, മരപ്പട്ടി 2 എണ്ണം. ഇത്രയുമാണ് ഷിമോഗയിൽ നിന്ന് എത്തിയ അതിഥികൾ. ഓഗസ്റ്റിലാണ് ഞങ്ങളിത് പരിപാടി തുടങ്ങിയത്, ആരംഭിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനും പിന്നെ സെൻട്രൽ അതോറിറ്റിയുടെ അനുമതിക്കുമൊക്കെ ആയിട്ട് കുറച്ച് സമയമെടുത്തു. പിന്നെ അവിടുന്ന് ഒരു ടീം വന്നു. നമ്മൾ ഇവിടുന്ന് ഷെയർ ചെയ്യുന്ന അനിമൽസിൻ്റെ എല്ലാം കണ്ടു, ബോധ്യപ്പെട്ടു. അവർ തിരികെ പോയി. പിന്നെ ഞങ്ങളുടെ ടീം അവിടെ പോയി അവിടുത്തെ അനിമൽസിനെയും നിരീക്ഷിച്ചു നമുക്ക് ആവശ്യമുള്ളവയെ തിരഞ്ഞെടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയത്. ഏതായാലും വിജയകരമായിട്ട് അനിമൽ ട്രാൻസ്പോർട്ടേഷനും നടന്നു, ഷിഫ്റ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. മുള്ളൻ പന്നി, ചീങ്കണ്ണി, കഴുതപ്പുലി, സൺ കോണിയൂർ തത്ത എന്നിവയെ ഷിമോഗയിലേക്ക് കൈമാറും. അനിമൽ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി കൂടുതൽ മൃഗങ്ങളെ എത്തിക്കാനും അധികൃതർ ആലോചിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.